ഡെന്നിയുടെയും ലച്ചുവിന്റെയും കണ്ണോട്ടുള്ള കളി കണ്ട് നിയന്ത്രണം വിട്ട് നിൽക്കുകയാണ് ദക്ഷ. ലച്ചുവിന്റെ കഴുത്തിൽ വട്ടത്തിലായി ചുവന്നു കിടക്കുന്ന പല്ലിന്റെ പാട് കണ്ടതും അവൾ ദേഷ്യത്തിൽ മുഷ്ടി ഉരുട്ടി. അവൾ വേഗം ഡെന്നിയുടെ കയ്യിൽ കയറി പിടിച്ചു. ഡെന്നിച്ച, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ വരുമെന്ന്. ഇത്രയും ലേറ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി വന്നല്ലോ. താങ്ക് യു സോ മച്ച്. ദക്ഷ അടുത്ത കെട്ടിപ്പിടുത്തതിന് ഒരുക്കം കൂട്ടിയത് കണ്ടതും മിഴി അവന്റെ തോളിലേക്ക് ചാഞ്ഞു മറുകൈ കൊണ്ട് അവനെ കൈയെടുത്ത് അവളെ പൊതിഞ്ഞു. ദക്ഷ അത് കണ്ടതും മുഷ്ടി ഉരുട്ടി. മിഴിക്ക് ഡെന്നിസിനെ വലിയ കാര്യമാണല്ലേ. സ്വന്തം പപ്പല്ലായിട്ടും ഡെന്നിസിനെ അവളെ സ്നേഹിക്കുന്ന കാണുമ്പോൾ ഐ ആം പ്രൗഡ് ഓഫ് യു. ദക്ഷ ലച്ചുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് ലച്ചുവും ഡെന്നിയും ഞെട്ടി. അതുവരെ അവന്റെ തോളിൽ ചാഞ്ഞിടക്കുന്ന മിഴി എഴുന്നേറ്റ് ഡെന്നിയെ നോക്കി. ഞാനിതൊക്കെ ഇങ്ങനെ അറിഞ്ഞു എന്നാവല്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. മിഴി ലച്ചുവിന്റെ മാത്രം മോളാണെന്നും ഡെന്നിസിന്റെ പപ്പാന്ന് വിളിക്കുന്നെന്നും അവൾ വീറോടെ പറഞ്ഞു. മിഴിയുടെ ചുണ്ടുകൾ സങ്കടം കൊണ്ട് വിതുമ്പി. ഇത് എന്റെ പപ്പയാ, ഞാൻ എന്റെ പപ്പയുടെ മോലാ. അല്ലേ പപ്പേ, ഞാൻ എന്റെ പപ്പയുടെ കുഞ്ഞനല്ലേ? മിഴിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അല്ലല്ലോ, മിഴിയുടെ പപ്പയല്ലേ ഇത്? അമ്മയോട് ചോദിച്ചു നോക്ക്, ആരാ മോളുടെ ശരിക്കും പപ്പാന്ന്. ദക്ഷ അവിടെ കവിൾ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മാരി, ഇത് എന്റെ പപ്പയാ. ദക്ഷയുടെ കൈ വാസിയോടെ തട്ടിമാറ്റി മിഴി ഡെന്നിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ പറഞ്ഞ സത്യ, ഇത് മിഴിയുടെ പപ്പ. ഡെന്നിയുടെ അലർച്ചയോടെ മുഴങ്ങി. ദക്ഷ പറയാമെന്ന് നിർത്തി. ഒരു നിമിഷം അവിടെ നിശബ്ദം നിറഞ്ഞു. എല്ലാവരും സംശയത്തോടെ ഡെന്നിയെ നോക്കി. ദക്ഷ പെട്ടെന്നുള്ള ഡെന്നിയുടെ രൂപമാറ്റത്തിൽ പകച്ചു. Don't cross your limits, Miss Daksha. Who are you to interfere in our life? നീ ആരടി എന്റെ മോളോട് ഞാൻ അവിടെ പപ്പയിലെന്ന് പറയാൻ? കളിച്ചിരിച്ച് നിൽക്കുന്ന ഡെന്നിയെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്റെ മോളുടെ കണ്ണൊന്ന് നിറഞ്ഞ അതിന് കാരണക്കാരെ പച്ചക്ക് കത്തിക്കാർ പോലും മടിക്കില്ല ഡെന്നി. മേലാൽ നീ എന്റെ മോളോട് ഇമാതിരി വർത്തമാനം പറഞ്ഞ എന്റെ മോളാ ഇവള്, ഡെന്നിയുടെ മകള്. ഞാനല്ല ഇവിടെ പപ്പിന്ന് നീ തീരുമാനിച്ചാൽ മതിയോ? ദേ, ഇവിടെ പെറ്റ തളക്കില്ലാത്ത ദണ്ണൊന്നും നിനക്ക് വേണ്ട, കേട്ടല്ലോ? ഡെന്നി അവൾക്ക് നേരെ അലറി. ലച്ചു കണ്ണു നിറച്ച് അവനെ നോക്കി. ആ കണ്ണിന് തന്റെ നെഞ്ചിനെ കുത്തിക്കീറുന്നായി അവന് തോന്നി. കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ ദേഷ്യത്തെ നിയന്ത്രിച്ചു. എനിച്ചാ, ഞാൻ സോറി, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ദക്ഷ ക്ഷമാപണം പോലെ പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ നിന്നു. മിഴി അപ്പോഴും അവന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അവൻ ഇടയ്ക്കിടെ മിഴിയെ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. വാ പോവാ. അവൻ ലച്ചുവിന്റെ കൈയും പിടിച്ച് നടന്നു. ഡെന്നിച്ച്, എനിക്കൊരു അബദ്ധം പറ്റിയതാ, പ്ലീസ് പോവരുത്. ദക്ഷ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജസ്റ്റ് ലീവ് മൈ ഹാൻഡ്. തിരിഞ്ഞോക്കാതെ അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് തന്നെ അവരുടെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ ലച്ചുവിനെയും മോളെയും കൊണ്ട് അവിടെ നിന്ന് നടന്നു. ഡെന്നിയുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിരുന്ന ലച്ചുവിനെ അവൾ പകയോടെ നോക്കി. സമ്മതിക്കില്ല ഞാൻ. നിന്നിൽ നിന്നും ഡെന്നിച്ചിനെ ഞാൻ പറിച്ചു മാറ്റും വേദലക്ഷ്മി. ഹീസ് മൈൻ. അവൾ ചുവന്ന കണ്ണുകളോടെ അവർ പോയ വഴിയെ നോക്കി നിന്നു. ഡെന്നി അവരെയും കൂട്ടി നേരെ ഹോട്ടലിലേക്കാണ് പോയത്. ലച്ചു അവന്റെ മുഖത്തേക്ക് നോക്കാൻ നടന്നു. ഭക്ഷണം കഴിക്കുമ്പോഴും അവർ പരസ്പരം നോക്കിയില്ല. അവൾ മനഃപൂർവ്വം അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നു. രാത്രിയിൽ ഡെന്നിയുടെ നെഞ്ചിലായി കിടക്കുന്ന മിഴിയെ കണ്ട് അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഡെന്നിയുടെ മനസ്സും കലങ്ങി പറഞ്ഞ് കിടക്കുകയായിരുന്നു. അവന്റെ കൈ യാന്ത്രികമായി മിഴിയെ തട്ടിയുറക്കിക്കൊണ്ടിരുന്നു. പപ്പേ. മിഴി അവന്റെ നെഞ്ചിൽ നിന്ന് തലയുയർത്തിക്കൊണ്ട് വിളിച്ചു. പറയട കുഞ്ഞ. അവന്റെ കൈകൾ അവൾ വാത്സല്യത്തോടെ തഴുകി. ഞാൻ പപ്പയുടെ സ്വന്തം മോലല്ലേ? മിഴി നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചപോലെ തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് പോലെ തോന്നിയതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് തുറന്നു. പാര് പപ്പേ, ഇന്ന് ആന്റി എന്താ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞു കഴിഞ്ഞതും മിഴി വിങ്ങിപ്പൊട്ടി. ഡെന്നി അവളെ വാരിപ്പുണർന്ന് ഉമ്മകൾ കൊണ്ട് മൂടി. പപ്പയുടെ മോളാണ്, പപ്പയുടെ മാത്രം കുഞ്ഞ്, എൻ്റെ പ്രാണനാ കുഞ്ഞാന്ന്. ആരും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൾ കേൾക്കണ്ട. നീ പപ്പയുടെ മോള. ആർക്കും നിന്നിൽ അവകാശമില്ല. നിന്റെ അമ്മക്ക് പോലും ഞാൻ കഴിഞ്ഞേ ഉള്ളൂ നിന്നിലുള്ള അവകാശം. അവൻ വാശി പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. പപ്പ കയ്യൻ തട്ടോ, എനിക്ക് ശങ്കരൊന്നുമില്ല. എനിക്കറിയാം ഞാൻ പപ്പയുടെ മോലാന്ന്. ആ ആന്റിക്കൊന്നും അറിയില്ല അല്ലേ പപ്പേ? മിഴി അവൻ്റെ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. ആട കുഞ്ഞ, ആ പീശാസിനൊന്നും അറിയില്ല. നമ്മുടെ ഐസ് കണ്ടതിന് അറിഞ്ഞൂടെ നമ്മുടെ പപ്പയും മോളാണെന്ന് മണ്ടി. അവൻ അവിടെ തുടുത്തകവിൽ ഉമ്മച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ഇഷ്ടമായില്ല പപ്പേ ആ പിശാശിനെ. എന്തൊരു സാധനം! ഉഫ്! മിഴി ദേഷ്യം കൊണ്ട് വീർത്ത മുഖവുമായി പറഞ്ഞു. എന്റെ കുഞ്ഞ, നീ അവളെ മനഃപൂർവ്വം പിച്ച് തൊലി പൊളിച്ചൊക്കെ ഞാൻ കണ്ടു. ഡെന്നി അവളെ ചൂട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ പപ്പ കണ്ടല്ലേ? മിഴി ഒരു കള്ളശ്ശേരിയോടെ പറഞ്ഞു. കണ്ടടി കള്ളിപ്പെണ്ണെ, നിന്റെ അമ്മയുടെ എല്ലാ കുശുമ്പും നിനക്ക് കിട്ടിയിട്ടുണ്ട്. അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് പറഞ്ഞു. അതെന്താ പപ്പേ? അവൾ തലയുയർത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. അത് പപ്പ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ പപ്പയുടെ വാവ് കിടന്നുറങ്ങാൻ നോക്ക്. എന്നിട്ട് വേണം എനിക്ക് നിന്റെ അമ്മയുടെ പിണക്കൊന്ന് മാറ്റാൻ. ഡെന്നി ഒരു കള്ളശ്ശേരിയോടെ പറഞ്ഞു. മിഴി അവനെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് കിടന്നു. മനസ്സിൽ കുറച്ച് ആശ്വാസം തോന്നിയതും അവൻ അവളെ തട്ടി ഉറക്കി.
തണുത്ത കാറ്റേറ്റ് തൻ്റെ ഉള്ളിൽ നീറിപ്പുകയുന്ന ചിന്തകളെ തണുപ്പിക്കാൻ നോക്കിയെങ്കിലും അതിന് കഴിയാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അടഞ്ഞ കണ്ണുകളിൽ നിന്നും പുറത്തു ചാടാൻ നീർത്തുള്ളികൾ മത്സരിച്ചു. കൈകൾ കൊണ്ട് തുടച്ചു മാറ്റിയിട്ടും അവളെ തോൽപ്പിക്കാനെന്ന പോലെ പിന്നെയും വാശിയോടെ അവ താഴേക്ക് പതിച്ചു. വേദു, പുറകിൽ ഡെന്നിയുടെ സ്വരം കേട്ടതും അവൾ വേഗം കണ്ണുകൾ തുടച്ചു. നീ എന്താ ഇവിടെ നിൽക്കുന്നു? വാ, വന്ന് കിടക്കാൻ നോക്ക്. അവൻ അവളെ തനിക്ക് അഭിമുഖമായി തിരിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവനിൽ ഒരേ സമയം വേദനയും ദേഷ്യവും നിറഞ്ഞു. നീ എന്തിനാ കരയുന്നത്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, അവൾ അവനിൽ നിന്ന് വിട്ടെന്നുകൊണ്ട് പറഞ്ഞു. ഡീ! അവന്റെ അലർച്ചയിൽ അവളുടെ കാലുകൾ നിശ്ചലമായി. എന്തിനാണ് ഈ പുള്ളിൽ കിടന്ന് മോന്ന്? നിന്റെ ആരും ചത്തോ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. പകച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ആ നിറഞ്ഞ കണ്ണുകളിൽ നിറയെ പരിഭവമാണെന്ന് അവന് തോന്നി. എന്തിനാ വേദു ഈ കണ്ണുകൾ നിറഞ്ഞത്? ഈ കണ്ണുകൾ നിറയുമ്പോൾ നീർന്ന് എൻ്റെ നെഞ്ചാണ് പെണ്ണെ. ഇന്ന് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതിനാണ് നീ ഈ കണ്ണുകൾ നിറക്കുന്നത്? അവൻ അലിവോട് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. ഇനി ഒരുപാട് പേരിൽ നിന്നും ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരും. അന്നൊക്കെ ഇങ്ങനെ കണ്ണു നിറച്ച് നിൽക്കാനാണോ നിന്റെ തീരുമാനം? പറ. അവൻ ഗൗരവത്തോട് ചോദിച്ചു. ഞാൻ ഇച്ഛായ. അവൾ മറുപടി പറയാൻ കഴിയാതെ വിക്കി. നിനക്ക് എൻ്റെതായി കൂടെ വേദു, എൻ്റെ മാത്രം. ഞാനും നീയും നമ്മുടെ മോളും വന്നൂടെ എൻ്റെ ജീവിതത്തിലേക്ക്? അവൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ചോദിച്ചു. ലച്ചു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവളുടെ കൈകൾ വിറച്ചു. നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ അവൾ അവനെ നോക്കി. പ്രണയമാണ് പെണ്ണെ നിന്നോട്. ഓർമ്മ വെച്ച കാലം മുതൽ നെഞ്ചിൽ കയറി കൂടിയതാണ് നീ. ഒരിക്കൽ എൻ്റെ മൗനം നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്തി. ഇനിയും ആ അബദ്ധം ചെയ്യാൻ എനിക്ക് പറ്റില്ല വേദു. എനിക്ക് വേണം നിന്നെ, നമ്മുടെ മോളെ. നാളെ ഒരുത്തിനും വന്ന അവകാശം പറയരുത്. നിങ്ങൾ എൻ്റേതാണ്, എൻ്റെ മാത്രം. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അതിൻ്റെ സ്വാർത്ഥത തന്നെയാണ്. എന്നെ വിട്ട് പോവല്ലേ വേദു, മരിച്ചു പോയി ഞാൻ. അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണിൽ നിന്ന് വീണ നീർത്തുള്ളികൾ അവളുടെ മൂക്കിൻ തുമ്പിൽ തട്ടിക്കൊണ്ട് താഴേക്ക് പതിച്ചു. ഹിച്ചായ, അവൾ ഏങ്ങലോടെ വിളിച്ചു. അവൻ അവളുടെ അധരങ്ങൾക്ക് മേലെ അവൻ്റെ വിരലുകൾ പതിപ്പിച്ചു. ലച്ചു വിറച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ്റെ നോട്ടം മുഴുവൻ അവളുടെ വിറക്കുന്ന അധരങ്ങളിലായിരുന്നു. ഇച്ചായ, അവൾ പതറിക്കൊണ്ട് വിളിച്ചു. എനിക്കിത് വേണം വേദു. എൻ്റെ ഉള്ളിലെ തീയിനെ ശമിപ്പിക്കാൻ എനിക്ക് വേണം. നീ തടയരുത്. പറഞ്ഞു കഴിയിലും അവൻ്റെ അധരങ്ങൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു. ലച്ചു ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവൻ്റെ തൊഴിൽ അമർത്തി പിടിച്ച് അവൻ ഗാഠമായി അവളെ ചുംബിച്ചുണർത്തി. അവളുടെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുണയാൻ തുടങ്ങി. അവൻ തളർന്നില്ല. പക്ഷെ അവൻ്റെ പ്രണയച്ചൂടിൽ അവൾ തളർന്നിരുന്നു. വീണുപോകുമെന്ന് തോന്നിയപ്പോൾ അവളുടെ കൈകൾ മെല്ലെ അയഞ്ഞു. പക്ഷേ വാശിയോടെ അവളെ തന്നിൽ നിന്ന് അകലാൻ സമ്മതിക്കാതെ അവൻ ചുംബിച്ചുകൊണ്ടേയിരുന്നു. നാവിൽ ചോരയുടെ ചൂവറിഞ്ഞിട്ടും അവൻ നിർത്തിയില്ല. അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിൽ മുറുകിയിരുന്നു. ഒടുവിൽ ശ്വാസം വിലങ്ങിയെന്ന് തോന്നിയപ്പോൾ അവൻ അവളിൽ നിന്നും വിട്ടകന്നു. ലച്ചു തളർന്നുകൊണ്ട് അവനിലേക്ക് തന്നെ ചാരി നിന്നു. വാത്സല്യത്തോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു. ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ അവൻ്റെ കൈകൾ അവളിൽ മുറുകിയിരുന്നു. ഡെന്നിയുടെ ചുംബനം തീർത്ത മായാലോകത്തിൽ നിന്ന് ലച്ചു പുറത്തു വന്നിരുന്നില്ല. കണ്ണുകളടച്ച് അവൾ ശ്വാസം വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ട പോലെ അവനിലേക്ക് തന്നെ തളർന്നു വീണു. അവിടെ ആ തളർച്ച മനസ്സിലാക്കിയെന്ന പോലെ അവൻ്റെ കൈകൾ അവളെ തലോടിക്കൊണ്ടിരുന്നു. സമയം കടന്നു പോകുന്നതറിയാതെ അവൾ അവൻ്റെ കൈക്കുള്ളിൽ പതുങ്ങി നിന്നു. ഒടുവിൽ ദീർഘനേരത്തിന് ശേഷം അവൾ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കലങ്ങിയ മിഴികളും പാറിപ്പറന്ന മുടിയും രക്തം കിനിഞ്ഞ ചുണ്ടുകളും അവനിൽ വീണ്ടും വികാരങ്ങൾ സൃഷ്ടിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. പക്ഷേ ഉള്ളിൽ തിളച്ചു മറിയുന്ന അവളോടുള്ള അഭിനിവേശത്തെയെല്ലാം ഒരു ചുടുചുംബനമായി അവൻ അവളുടെ നെറ്റിയിലേക്ക് പകർന്നു നൽകി. കഴിയില്ല പെണ്ണെ, നിന്നെ വിട്ടുകളയാം. ഇനി നിന്നിൽ നിന്നൊരു മടക്കം എനിക്കില്ല. പ്രാണൻ പറിച്ചെടുക്കുന്ന വേദനയിലാണ് അന്ന് ഞാൻ മൗനം പൂണ്ടത്. പക്ഷേ ഇനിയില്ല. പ്രാണനകന്നാലും ഇനി നിന്നെ ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ല. എന്നും ഈ നെഞ്ചോട് ചേർന്ന് നീയും നമ്മുടെ മോളും വേണം വേദു, അവൻ ആർദ്രമായി പറഞ്ഞു. അവൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ നീർത്തുള്ളികളെ അവൾ കൈകളാൽ തുടച്ചു മാറ്റി. എന്തെങ്കിലും ഒന്ന് പറയൂ വേദു. സമ്മതമല്ലേ നിനക്ക് എൻ്റെ ആവാൻ? വരില്ലേ നീ എന്നിലേക്ക്? അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവൻ ചോദിച്ചു. ഇതിനുള്ള മറുപടി പറയുന്നതിന് മുമ്പ് എനിക്ക് ഇച്ഛായനോടൊരു കാര്യം പറയാനുണ്ട്. ഈ ലോകത്ത് ഞാനല്ലാതെ രണ്ടാമതൊരാൾക്ക് അറിയാത്ത സത്യം. അത് പറയാതെ എനിക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റില്ല ഇച്ഛായ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പതറാതെ പറഞ്ഞു. എന്താ അത്? പറയൂ, അവൻ സംശയത്തോടെ ചോദിച്ചു. പറയണം എനിക്ക്. ഇനി ഉള്ളിൽ വെക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴല്ല,
ഞാൻ പറയുന്ന കേൾക്കാൻ ഇച്ചായ മാത്രം പോരാ, കുറച്ചു പേര് കൂടി വേണം, അവൾ ദൃഢമായി പറഞ്ഞു. ആര്? ഇവിടെ വെച്ച് പറഞ്ഞോളൂ നിനക്ക്. അവൻ്റെ ഉള്ളിൽ വീണ്ടും സംശയമായിരുന്നു. ഇവിടെ വെച്ചല്ല, നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ വെച്ച്, അച്ഛൻ്റെയും അമ്മയുടെയും അപ്പച്ചൻ്റെയും മുന്നിൽ വെച്ച്. അമ്മച്ചിയും മായമ്മയും അച്ഛനും എല്ലാവരും വേണം. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്നതിന് അവരും കാരണക്കാരാണ്. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചവൾ പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് എന്താണെങ്കിലും ഞാനത് കേൾക്കാം. അതെന്തായാലും നിന്നെ എന്നിൽ നിന്ന് അകറ്റില്ല. നീയും അകലാൻ ശ്രമിക്കരുത്, സമ്മതിക്കില്ല ഞാൻ, അവ വാശിയോടെ പറഞ്ഞു. അതിനു മറുപടിയായി പെരുവിരലിൽ ഉയർന്ന് അവൾ അവൻ്റെ നെറ്റിയിലേക്ക് ചുണ്ടിച്ചേർത്തു. അവിടെ നിന്ന് അവൻ്റെ തിളങ്ങുന്ന പൂച്ചക്കണ്ണുകളിലേക്കും നിറഞ്ഞ മനസ്സോടെ അവനത് സ്വീകരിച്ചു. മിഴിമോളുടെ അപ്പുറം ഇപ്പുറവുമായി കിടക്കുമ്പോഴും രണ്ടുപേരുടെയും ഉള്ളിൽ പുതിയ പ്രതീക്ഷകൾ നാമ്പിട്ട് തുടങ്ങിയിരുന്നു. ഡെന്നി ലച്ചുവിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ സന്തോഷത്തിനുമപ്പുറം എല്ലാ കാര്യങ്ങളും അറിയുമ്പോഴുള്ള ഡെന്നിയുടെ പ്രതികരണമോർത്ത് നേരിയ ഭയവും ഉണ്ടായിരുന്നു. പിന്നീടുള്ള 2 ദിവസം ഡെന്നിയും മിഴിയും ലച്ചു മുംബൈ മുഴുവൻ കറങ്ങി. മിഴി ആഘോഷിക്കുകയായിരുന്നു അവളുടെ പപ്പയുടെയും ലച്ചുവിൻ്റെയും ഒപ്പം. ഇടയ്ക്ക് ട്രീസയുമായും വീഡിയോ കോൾ വിളിച്ച് മിഴിയോട് സംസാരിക്കും. ഒടുവിൽ മുംബൈയുടെ സൗന്ദര്യം മുഴുവനായും അല്ലെങ്കിലും ഒരുവിധം ഒപ്പിയെടുത്തുകൊണ്ട് അവർ തിരികെ വരാനൊരുങ്ങി. രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. ഉച്ചയായപ്പോഴേക്കും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. മിഴി ഭയങ്കര സങ്കടത്തിലാണ്. കക്ഷിക്കാണോ വല്ലാതെ ബോധിച്ചിരുന്നു. എന്താണ് പപ്പയുടെ കുഞ്ഞൂസിന്റെ മുഖം തെളിയാത്തത്? ബാഗെല്ലാം എടുത്ത് വെച്ച് മിഴിയുടെ അരികിലായിട്ട് ഇരുന്നുകൊണ്ട് ഡെന്നി ചോദിച്ചു. പപ്പേ, നമുക്ക് ഇന്ന് പോന്ത പപ്പേ, എനിക്ക് നല്ല ഇഷ്ടമായി ഇവരെ. മിഴി സങ്കടത്തോടെ താടിയിൽ കൈകുത്തിരുന്നോണ്ട് പറഞ്ഞു. ആഹാ, അപ്പൊ പപ്പയുടെ മോൾക്ക് സ്കൂളിലൊന്നും പോണ്ടേ? ഇവിടെ തന്നെ കൂടിയാൽ മതിയോ? മിഴി അവിടെ കൈ താടിയിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ട് ചോദിച്ചു. എന്തിനാ പപ്പ എപ്പോഴും സ്കൂളിൽ പോനെ? ഒരു നല്ല കാര്യം പറയുമ്പോൾ അപ്പി കാര്യം ഓർമ്മിപ്പിച്ചു. എനിക്ക് വയ്യ. മിഴി അവന്റെ മടിയിൽ കയറിയുന്നോണ്ട് പറഞ്ഞു. എടി മടിച്ച്, എന്തൊരു മടിയാ പെണ്ണ നിനക്ക്. സ്കൂളിൽ പോയി പഠിച്ച് വലിയ ആളായിട്ട് പപ്പേനെ നോക്കേണ്ട പെണ്ണ ഈ ഇരുന്നും മടി കാണിക്കുന്നു. ഡെന്നി മൂക്കിൽ വിരലിച്ച് അവൾ കളിയാക്കുന്ന പോലെ പറഞ്ഞു. പപ്പയെ നോക്കാനാണ് ലച്ചു. ഞാൻ വലുതാക്കി എനിക്ക് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭർത്താവുണ്ടാവില്ലേ? അതുകൊണ്ട് പപ്പയെ നോക്കി എനിക്ക് ക്ഷമയും കിട്ടില്ല. മിഴി വലിയ കാര്യം പോലെ പറഞ്ഞു. ഡെന്നിയുടെ വാറിയാതെ തന്നെ തുറന്നുപോയി. ലച്ചുവിന്റെ പൊട്ടിച്ചിരിയാണ് അവൻ ഉണർത്തിയത്. ആദ്യം നിന്റെ തറയിലെ മുട്ടത്തോടൊന്ന് പോട്ടെ, എന്നിട്ട് മതി കല്യാണം. അവിടെ ഒരു ഭർത്താവ് പറയാനും കൂടി കിട്ടുന്നുള്ള കുരിപ്പിന് നീ ഇതൊക്കെ എവിടുന്നാ പഠിക്കണം എന്റെ പൊന്നു കുഞ്ഞ? ഡെന്നി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മിഴി അതൊന്നും കേൾക്കാതെ തറയിലെ മുട്ടത്തോട് തട്ടിക്കളയും തിരക്കിലാണ്. ഡെന്നിയുടെ മടിയിൽ നിന്ന് ചാടിയിറങ്ങി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കലോട് നോക്കൽ. പക്ഷെ കൊച്ചിന്റെ കണ്ണിൽ മുട്ടത്തോട് മാത്രം കണ്ടിട്ടില്ല. അതുകൂടി കണ്ടപ്പോൾ ഡെന്നി കാറ്റടിച്ചു വിട്ട ബലൂൺ പോലെയായി. ലച്ചു വയറിൽ കൈവച്ചെന്ന് ചിരിച്ചു. ലച്ചുവിന്റെ ചിരി കണ്ട് ഡെന്നി അവളെ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിട്ട് അവളുടെ മുകളിലായി കൈകുത്തി നിന്നു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിക്കൊണ്ടിരുന്നു. ലച്ചുവിന്റെ ചിരി നിന്നു.